ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. AIM-PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുതിയ SCERT 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് ഫസ്റ്റിലെ 6ാമത്തെ ചാപ്റ്ററാണ്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതുപോലെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC, VFA ഇതിൻ്റെയൊക്കെ സിലബസിൽ ഉൾപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. നമുക്ക് നോക്കി തുടങ്ങാം. വിചാരണയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സർക്യൂട്ട് ഹൗസ്, അഹമ്മദാബാദ്, മാർച്ച് 18, 1922 ഇത് നടന്നത്. സെഷൻസ് ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് CN ബ്രൂഫീൽഡ് മുമ്പാകെയായിരുന്നു വിചാരണ നടക്കുന്നുണ്ടായിരുന്നത്. പ്രോസിക്യൂട്ടർ ആയിരുന്നത് സർ JD സ്ട്രാങ്മാൻ, അഡ്വക്കേറ്റ് ജനറൽ ബോംബെ ആയിരുന്നു. ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയാണ്. ഇതിൽ പ്രധാനമായിട്ടും നീതിപൂർവമായ ഒരു വിധി പറയാൻ പ്രയാസമാണെന്ന് ജഡ്ജി ഈ വിചാരണയെ വിശേഷിപ്പിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രതിക്ക് ബോധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം ജഡ്ജി ബ്രൂഫീൽഡ് പ്രതിയെ വണങ്ങി തുടർന്ന് വിധി പ്രസ്താവിച്ചു. ഈ രാജ്യത്ത് ഒരു ന്യായാധിപന് നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ കേസിൽ നീതിപൂർവമായ വിധി പ്രസ്താവിക്കുക എന്നത്. വ്യക്തികളെ നോക്കി വിധി പറയുക എന്നത് നിയമത്തിൻ്റെ കടമയല്ലല്ലോ. ഞാൻ ഇതുവരെ വിചാരണ ചെയ്തിട്ടുള്ളതും ഭാവിയിൽ വിചാരണ ചെയ്യാൻ ഇടയുള്ളതുമായ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് താങ്കൾ എന്ന വസ്തുത അവഗണിക്കാൻ കഴിയില്ല. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ദൃഷ്ടിയിൽ താങ്കൾ വലിയൊരു രാജ്യസ്നേഹിയും നേതാവുമാണെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. രാഷ്ട്രീയ നിലപാടുകളിൽ താങ്കളോട് വിയോജിക്കുന്നവർ പോലും താങ്കളെ വീക്ഷിക്കുന്നത് ഉന്നതമായ ആദർശങ്ങളെ പാലിച്ചുകൊണ്ട് കുലീനവും പരിപാവനവുമായ ജീവിതം നയിക്കുന്ന ആളായിട്ടാണ്. പ്രതിക്ക് ശിക്ഷയായി 6 വർഷത്തെ തടവ് വിധിച്ചുകൊണ്ട് ജഡ്ജി കൂട്ടിച്ചേർത്തു. ശിക്ഷയുടെ കാലാവധി സർക്കാർ കുറയ്ക്കുകയാണെങ്കിൽ അതിൽ എന്നേക്കാൾ സന്തോഷിക്കുന്ന ആരുമുണ്ടാകില്ല. അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നീതിപൂർവമായ വിധി പറയാൻ പ്രയാസകരമെന്ന് ജഡ്ജി വിശേഷിപ്പിച്ച കേസിൽ വ്യത്യസ്തനും രാജ്യസ്നേഹിയുമായ പ്രതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയത് അദ്ദേഹമാണ്. 1919 മുതൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ മുന്നേറിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലെ ചില സുപ്രധാന സംഭവങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണവും ആദ്യകാല സമരങ്ങളും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇത് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണല്ലോ. അപ്പോൾ 8, 9 അതുപോലെ ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായതോടെ കർഷകർ, തൊഴിലാളികൾ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ സമരങ്ങളിൽ സജീവമായി. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട് മാത്രമേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ എതിരിടാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ഗാന്ധിജിക്ക് അറിയാമായിരുന്നു. എല്ലാവരെയും ഒരു കുടക്കയിൽ അണിനിരത്താനും അവരിൽ ഒരാളാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അടുത്തൊരു ബോക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക എന്ന രാഷ്ട്രീയ കളരി. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയായിരുന്നു. 20 വർഷക്കാലം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചു. ദാദാ അബ്ദുള്ള ജവൈരി എന്ന ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരൻ്റെ നിയമസഹായിയായിട്ടാണ് ഗാന്ധിജി അവിടെ എത്തിയത്. ആ കാലത്ത് ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരിൽ നിന്ന് ഏഷ്യക്കാരും കറുത്ത വർഗ്ഗക്കാരും നേരിടേണ്ടി വന്ന വംശീയ വിവേചനങ്ങൾക്കെതിരെ ഗാന്ധിജി സമരം നയിച്ചു. അഹിംസയിൽ അധിഷ്ഠിതമായ തൻ്റെ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ സമരത്തിനുള്ള പരിശീലന കളരിയായിരുന്നു ദക്ഷിണാഫ്രിക്ക. 1915 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചെത്തി. അടുത്തത് ചമ്പാരൻ മുതൽ ഗേദ വരെ എന്ന ഭാഗമാണ്. അത് PSC പരീക്ഷകളിൽ വളരെ പ്രാധാന്യത്തോട് ചോദിക്കുന്ന പാഠഭാഗമാണ് അല്ലേ.
ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിപ്പിച്ചത് പ്രാദേശിക സമരങ്ങളിലായിരുന്നു. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു. ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. നീലം കർഷകരെ യൂറോപ്യന്മാരായ തോട്ടമുടമകൾ ചൂഷണം ചെയ്തിരുന്നു. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ചു. തൽഫലമായി കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയേറെ പരിഹരിക്കപ്പെട്ടു. 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടായിരുന്നു സമരം. ഗാന്ധിജി ഉപവാസം ആരംഭിക്കുകയും തുടർന്ന് തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 അവിടെ ചമ്പാരൻ സ്വദേശിയായ രാജ്കുമാർ ശുക്ലയുടെ പ്രേരണയാലാണ് ഗാന്ധിജി അവിടെ എത്തി കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടത്. അതുപോലെ ഗാന്ധിജിയുടെ ശ്രമഫലമായിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ കുറേയധികം പരിഹരിക്കപ്പെട്ടു. ഇനി മറ്റൊരു സമരമായിട്ടുള്ള അഹമ്മദാബാദ് തുണിമിൽ സമരം 1918 ആ സമരത്തിൽ ഗാന്ധിജി പങ്കാളിയായി. വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ സമരത്തിൽ ഗാന്ധിജി ഉപവാസം നടത്തിയത് മൂലം തൊഴിലാളികളുടെ വേതനത്തിൽ വർധനവ് ലഭിക്കുകയും ചെയ്തു. ഇനി അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത് 1918 ഗുജറാത്തിലെ തന്നെ ഗേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി നടത്തിയ സമരത്തിനെ കുറിച്ചാണ്. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായ ഗേദയിൽ കർഷകർക്ക് നികുതി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. നികുതി ഇളവ് ആവശ്യപ്പെട്ട് കർഷകർ സമരം തുടങ്ങി. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നു. വൈകാതെ വിളനാശം നേരിട്ട കർഷകർക്ക് നികുതി ഇളവ് നൽകാൻ സർക്കാർ തയ്യാറായി. ഈ 3 സമരങ്ങളിലൂടെ ഗാന്ധിജി എന്ന പുതിയൊരു ദേശീയ നേതാവിൻ്റെ ഉദയത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടും അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമരരീതിയും ഈ സമരങ്ങളിലൂടെ ഇന്ത്യക്കാർ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി അടുത്തതായിട്ടൊരു പട്ടിക പൂർത്തിയാക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പട്ടികയിൽ ആദ്യത്തെ നമുക്കെങ്ങനെ പൂർത്തിയാക്കാം? ചമ്പാരൻ സമരം നടന്ന വർഷം അവിടെ ബ്ലാങ്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് 1917 എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റും അല്ലേ? അതുപോലെ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ഒരു ഭാഗം നന്നായി പഠിച്ചു കഴിഞ്ഞ് തനിയെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് നോക്കുക. ഈ നടന്ന വർഷം, അതുപോലെ ബ്ലാങ്കായിട്ട് ഇട്ടിരിക്കുന്ന സത്യാഗ്രഹത്തിൻ്റെ പേര്, അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഭാഗമൊക്കെ പൂർത്തിയാക്കിയിട്ട് ആ ഒരു ചാർട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. ഇനി അടുത്ത ഭാഗമാണ് ഒന്നാം ലോകയുദ്ധവും ഇന്ത്യയും. 1914 മുതൽ 18 വരെ നടന്ന ഒന്നാം ലോക യുദ്ധത്തെപ്പറ്റി മുമ്പ് പഠിക്കാനുള്ള പാഠഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. ഇനി സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. നികുതി വർദ്ധിച്ചു. അതുപോലെ തന്നെ സൈനികരുടെ ആവശ്യത്തിനായിട്ട് ഇവിടുന്ന് ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് മൂലം നമ്മുടെ ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി. ഇനി വിളനാശവും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും നിമിത്തം കൂടുതൽ ദുരിതപൂർണമായ സ്ഥിതിയായി മാറി. നിരവധി ക്ഷാമം മൂലമുള്ള മരണങ്ങൾ സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ അവസാന വരിയിൽ പറയുന്നത് പോലെ ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടമാണ്. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1914 റൗലറ്റ് നിയമം നടപ്പിലാക്കി. ഈ നിയമപ്രകാരം വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിലടയ്ക്കാം. ഈ 2 കാര്യങ്ങളായിരുന്നു റൗലറ്റ് നിയമം നടപ്പാക്കിയതിലൂടെ സംഭവിച്ചത്.
പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6 ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചാരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. ഇതിൻ്റെ പ്രചാരണത്തിനായി ഗാന്ധിജി രൂപീകരിച്ചതാണ് സത്യാഗ്രഹ സഭ. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തമുണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ റൗലറ്റ് നിയമത്തിനെതിരായിട്ട് സമരം വളരെ ശക്തമായിട്ട് നടന്നത് പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിലാണ്. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു എന്നിവരെ ജയിലിലടച്ചിട്ട് അമൃത്സറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13 അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിലെത്തിയവർക്കു നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവെപ്പ് നടത്തി. ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിനുണ്ടായിരുന്നുള്ളൂ. മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവെപ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന വെടിവെപ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർക്ക് ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റു. ഇനി അടുത്തത് ഹണ്ടർ കമ്മീഷൻ എന്ന ഒരു ബോക്സ് അവിടെ കാണാം. നമുക്ക് ജാലിയൻ വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷന് മുമ്പാകെയുള്ള ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ സാക്ഷ്യം പെടുത്തൽ അവിടെ കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ. ഇനി അടുത്ത ഹെഡിങ്ങാണ് ബഹുജന സമരത്തിലേക്ക്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും മേഖലകളിലായിരുന്നു ശക്തി ആർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇനി എന്താണ് ഈ ഖിലാഫത്ത് പ്രശ്നമെന്ന് ഈ ഒരു ചതുരത്തിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാം ലോകയുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെബ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു. ഇതുപ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിൻ്റെ ആത്മീയ നേതാവുമായി കണക്കാക്കപ്പെട്ടിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതെയായി. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് നിസ്സഹകരണ സമരത്തെക്കുറിച്ചാണ്. ഹെഡിങ് നോക്കുമ്പോൾ നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ചുവടെ പറയുന്നവയായിരുന്നു നിസ്സഹകരണ സമരത്തിൻ്റെ രീതികൾ. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, അതുപോലെ സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, വിദേശ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേതു കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി. ഗ്രാമനഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം നമുക്ക് അടുത്തതായിട്ട്. അതിനു മുമ്പായിട്ട് അവിടെ ഒരു ചതുരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡിങ് ഹിന്ദ് സ്വരാജ് എന്നാണ്.
അവിടെ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജി രചിച്ച് 1909 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. ഇതിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചു: ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് ഇന്ത്യയുടെ സ്വയംഭരണം എന്നതാണ്. ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ വിവിധ വിഭാഗങ്ങളുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു നോക്കാം. അതായത് അവർ ഇങ്ങനെയാണ് നിസ്സഹകരിച്ചതെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്ത്രീകൾ വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമര രീതികളിൽ സ്ത്രീകൾ പങ്കാളികളായി. തൊഴിലാളികളാണെങ്കിൽ നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ ഇക്കാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളാണ്. ഇനി ഗോത്ര ജനതയുടെ പങ്കാളിത്തം എങ്ങനെയായിരുന്നു നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു. കർഷകരുടെ പങ്കാളിത്തം. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചത് ഇക്കാലത്തായിരുന്നു. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ഇനി ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ പറയാൻ പോകുന്നവയാണ്. ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക. അതുപോലെ നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉൽപ്പന്നവും വർദ്ധിപ്പിക്കുക. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവച്ച്. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനം മറ്റു നേതാക്കളെ അമ്പരിപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് ഈ തീരുമാനം മൂലം വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ ഒരു തീരുമാനത്തെ വിശേഷിപ്പിച്ചത് ദേശീയ ദുരന്തം എന്നാണ്. ഇനി അപ്പുറത്തെ ഒരു ബോക്സിൽ ചിരാല പെരാല എന്നൊരു ഹെഡിങ്ങിൽ കുറച്ച് വിവരങ്ങൾ കാണാം. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിശാല ഗോപാല കൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞുപോകുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.